ഹലോ ഫ്രണ്ട്സ്, മറുപടി പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി വന്നതേ ഇത് കണ്ടോ, പാർലയുടെ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറയുന്ന ബിസ്ക്കറ്റാണ് എൻ്റെ കയ്യിരിക്കുന്നത്. ഞാനിത് ഫുള്ള് കഴിച്ചു തീർത്തു. പക്ഷേങ്കിൽ ഇതിലൊരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൽ വിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ. അപ്പോൾ സ്മാർട്ട് ഫോൺ ആണ്, ഗാലക്സി സ്മാർട്ട് ഫോൺ ആണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വിന്നായിട്ട് കിട്ടുമ്പോൾ ഗാലക്സി സ്മാർട്ട് ഫോൺ കിട്ടും. അതുപോലെ തന്നെ അഷ്യൂർഡ് ആയിട്ട് 10 rupees ക്യാഷ് ബാക്കും ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്തായിട്ടൊരു കോഡ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ നോക്കിയിട്ടൊന്നും ഒരു കോഡും കണ്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമല്ലോ അല്ലേ? ഞാൻ നോക്കിയിട്ട് ഇതിലൊരു കോഡും കണ്ടില്ല. എന്ന് വെച്ചാൽ ഞാനൊരു 10 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാൻ ഷോപ്പിൽ പോയത്. പക്ഷേ എങ്കിൽ ഞാൻ ഇത് ഒരു ഓഫർ, ഒരു സാംസങ്ങിൻ്റെ ഒരു ഫോണിൻ്റെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ട് ഫോൾഡ് ഫോൺ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം കൊടുത്തുകൊണ്ട് ഞാൻ 20 രൂപയും ഇട്ട് 30 രൂപയ്ക്ക് ഞാൻ ഇത് വാങ്ങിച്ചു, ഈ പാർലയുടെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു. പക്ഷേ എനിക്ക് ഈ കോഡും കിട്ടിയില്ല, ഈ ഒരു ഓഫറാണെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുമില്ല. മനസ്സിലായോ? ഇത് കവറിന്റെ മേളിൽ കസ്റ്റമേഴ്സിനെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഫോട്ടോയും പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ച് അടിച്ചിട്ട് കസ്റ്റമർ വാങ്ങിച്ചു നോക്കുമ്പോൾ ഇതിൽ വേറൊന്നും കാണാനില്ല. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട് നോൺ ഓഫർ പാക്സ് ആർ അവൈലബിൾ ഇൻ ദി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഫർ കൊടുക്കാതെയുള്ള പാക്കറ്റും അവൈലബിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേങ്കിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് മാത്രമല്ലാണ്ട് ഇതില് എത്രാം തീയതി, അടുത്ത വർഷം മാർച്ച് 31 2024 വരെ ഈ ഓഫർ നിലവിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എൻ്റെ കാഴ്ചപ്പാട് ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇത്. പക്ഷേങ്കിൽ ഇത് അവർ പറഞ്ഞിരിക്കുന്ന സിറ്റീസ് മാത്രമേ ഇവർ ഈ ഒരു ഓഫർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഓഫർ കൊടുത്തിട്ടുള്ള പാക്കുകൾ ഇറക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തായാലും ഈ ഒരു കോഡ് വേണമെന്നുള്ളതാണ് ഒരു മിനിമം. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇത് തന്നെ എടുക്കാം. ഞാൻ 10 രൂപയ്ക്ക് സാധനം വാങ്ങിക്കാൻ പോയി, അവിടുന്ന് 30 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു. ഈ ഒരു സാധനം വാങ്ങിച്ചു. ഇത് എന്ത് കണ്ടിട്ടാണ്? ഈ ഒരു പിക്ചർ കണ്ടിട്ടാണ്. എന്ന് വെച്ചാൽ ഞാനൊരു 10 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാൻ ഷോപ്പിൽ പോയത്. പക്ഷേ എങ്കിൽ ഞാൻ ഇത് ഒരു ഓഫർ, ഒരു സാംസങ്ങിൻ്റെ ഒരു ഫോണിൻ്റെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ട് ഫോൾഡ് ഫോൺ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം കൊടുത്തുകൊണ്ട് ഞാൻ 20 രൂപയും ഇട്ട് 30 രൂപയ്ക്ക് ഞാൻ ഇത് വാങ്ങിച്ചു, ഈ പാർലയുടെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് നല്ലതാണ്, സെയിൽസ് കൂടാൻ വേണ്ടി നല്ലതാണ്. പക്ഷേ എങ്കിൽ പറയുന്ന സാധനം അവർ കൊടുക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്കും ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും ഞാൻ ഇത് കൺസ്യൂമർ കോർട്ടുമായിട്ട് ഇതിൽ പെറ്റീഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അവരുടെ പേരിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അടുത്ത ഇതിൽ വരുന്നുണ്ടാവും കേട്ടോ. എന്തായാലും അടുത്ത വീഡിയോ കാണാം.